പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മനുഷ്യന്മാർക്കെല്ലാം പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയോ? ഇവരെല്ലാം പോയിട്ട് ഈ മറ്റ് ദുഷ്ടരായ മനുഷ്യർ ഒരുക്കുന്ന കെണികളിൽ പോയിട്ട് വീഴുന്നതിൻ്റെ ഒരു കാരണം ഇവർ ഈ ഭൗതികമായിട്ടുള്ള രക്ഷപ്പെടലിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ 1000-1 പോലും ഇവർ ആത്മീയമായിട്ട് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭൗതികമായിട്ട്, സാമ്പത്തികമായിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ചും നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നതിന്റെ ഒരു 1000-1 അംശം പോലും ഇവർ ആത്മീയമായിട്ട് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം പറയുകയാണ്, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കി അവയോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60 അല്ലെങ്കിൽ ഒരു 70 കൂടുതലൊന്നും വരാൻ സാധ്യത 99% ഇല്ല ഇനിയുള്ള കാലത്ത്. ഇപ്പൊ തന്നെ ആൾക്കാർ 35, 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അറ്റാക്ക് വന്നു, എന്തെങ്കിലും ഒരു രോഗം വന്നു നോക്കിയിട്ട് ആൾക്കാർ മരണപ്പെടുകയാണ്. ഈ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, നേടിയെടുക്കാനായിട്ട് അവന് ഈ കിടന്നുള്ള മരണപ്രാണമൊന്നും കളിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായോ? ഈ മരണപ്പാച്ചിലൊന്നും ഭാവിയോ മരണപ്രാണം കളിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം അവൻ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് ആവശ്യമുള്ളത് അവന്റെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനിലൂടെ, തന്റെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ഈ ലോകത്ത് ഒരുക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടെത്താനോ അത് അനുഭവിക്കാനോ ഇവന് സാധിക്കാത്തത്, ഇവൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വാർത്ഥതയുടേത് മാത്രമാണ്. ഇവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് കാര്യം നടത്തി കിട്ടണം. ഇപ്പം വിസ കിട്ടണം, ഗൾഫിൽ പോകാനായിട്ട് വിസ കിട്ടണം, അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം. ഇപ്പം ആലപ്പുഴ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കുന്നു, നൊവേന പള്ളികളിൽ പോയിട്ട് ഇത്ര ആഴ്ച നൊവേന പങ്കെടുക്കാമെന്ന് നേർച്ച നേരുന്നു, ഏകദിന ധ്യാനത്തിന് പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കും. ഈ കാര്യങ്ങൾ നടത്തി കിട്ടിക്കഴിയുമ്പോൾ ഈ കർത്താവിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചു പോയ 10 കുഷ്ഠരോഗികളിൽ 9 പേരുടെ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, നമുക്ക് ആവശ്യമുള്ളത് തരും. പക്ഷേ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ഒരു നന്ദി നിറഞ്ഞതായിരിക്കുന്നില്ലെങ്കിൽ, ഈ അനുഗ്രഹം സ്വീകരിച്ച് ആ അനുഗ്രഹം തന്ന ദൈവത്തോട് ചേർന്ന് പിന്നീടുള്ള ജീവിതം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ദൈവം അനുഗ്രഹിച്ചു, പക്ഷേ ആ അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ അനുഗ്രഹം, നമുക്ക് ലഭിച്ച അനുഗ്രഹം നമ്മളിൽ എന്തും നിലനിൽക്കാൻ വേണ്ട ആ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. അത് നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം. ഈ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം നമ്മൾ. അതിനുശേഷം രണ്ടാമത് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരിക്കണം.